ഇൻസ്റ്റാലല്ലേ നിങ്ങൾ പോസ്റ്റ് ചെയ്യണേ ഫോട്ടോ? നിങ്ങൾ ആ ഫോട്ടോ കൊണ്ട് എന്താ അന്വർത്ഥമാക്കണേ എന്നുള്ളതും കൂടെ പറയണം. വെറുതെ ഒരു പാട്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റൂല. ഇതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ്. ഒരു റൊമാൻറ്റിക് മൂഡാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ കാതിൽ തേൻ മഴയാണോ പോയല്ലോ കടലേ അതിലാ കനലായി അതിന്റെ ബീജം ഇടാവുള്ളൂ. നിങ്ങൾ ഈ പാട്ടിട്ട് കഴിഞ്ഞാൽ അത് മെനകളായിരിക്കും. അതിന് ബീജം കിട്ടണ്ടേ? ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബീജം എടുക്കാൻ പോലും അറിയത്തില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള ബീജം എടുക്കാൻ പറ്റില്ല, എനിക്ക് ഉണ്ടാക്കിടാൻ പറ്റും അതിനകത്ത്. പിന്നെ അതൊക്കെ ഫേമസ് ആണ്, അതൊക്കെ കാണും. ഏത് ഇൻസ്റ്റാഗ്രാമിൽ നോക്കണു. ഇൻസ്റ്റാഗ്രാമിൽ തപ്പിക്കൊണ്ടിരിക്കണല്ലേ ഞാൻ ഇയാള് വലിയ ഈ പാട്ടാണോ ഉദ്ദേശിച്ചത്? ഈ ഫോട്ടോയിൽ രണ്ടുപേര് അവിടെ വന്ന് ആത്മഹത്യ ചെയ്തു. അതിനാണ് നിങ്ങൾ ആ അടിച്ചുപൊളി സാധനം ബീറ്റൊക്കെ കേട്ടിടിക്കോ ആ സാധനം കിട്ടുന്നത്. അല്ലെങ്കിൽ ഇത് പറ്റിയ പാട്ട് കിട്ടണ്ടേ? ഒരു ബീജത്തിന് അവിടെ പോകും. ഈ പുള്ളി കണ്ടന്റ് ക്രിയേറ്റർ അല്ല, പുള്ളി കണ്ടന്റ് ക്രിയേറ്ററാ. വാ ഒരു അരമണിക്കൂറായി ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇയാളെയൊക്കെ പിടിച്ച് ആരാ ഡയറക്ടർ ആക്കിയത് എനിക്കറിയാൻ പാടില്ലാത്ത. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര പരിപാടിയൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണത് മറ്റേ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോയ്ക്ക് പറ്റിയ ബീജം തപ്പി കണ്ടുപിടിക്കാൻ തന്നെ എത്ര നേരം എടുക്കുന്നറിയോ? എന്നിട്ട് അത് ഒട്ടും ചേരാത്തൊരു ബീജം ഇടുകയും ചെയ്യല്. അങ്ങനെ പുള്ളിയുടെ സ്ഥിരം പരിപാടി അത്. വല്ലതും നടക്കുമോ? യൂത്തിന് കൊടുക്കും. യൂത്തോ? ജിജോ ലൊക്കേഷൻ അടിയാം. ഓ യൂത്ത് എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു ആവേശം കഴിഞ്ഞോ? എന്ത് തുടങ്ങിയിട്ടില്ല, പിന്നെ കഴിയണത്. തന്ത വൈബ്. തന്തവൈബ് ഇതിനെ കുറ്റം പറയുന്ന ആൾക്കാരാണ് തന്തവൈബ്. അതിനെ കുറ്റം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണതിനല്ല കുറ്റം പറയണത്. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യണ പാട്ടൊക്കെയാ. ഒരു ചേർച്ചയില്ലാത്ത സാധനം. മറ്റേ രണ്ടുപേര് വന്നിട്ട് മരിക്കാൻ പോണ കണ്ട കൺസെപ്റ്റ് പുള്ളിയുടെ. പുള്ളി വന്നിട്ട് കടൽ കാറ്റിന് ആ പാട്ടിൽ ബീറ്റ് കയറ്റിയ സാധനം ആയിരുന്നത്. അറിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ആരൊക്കെ തന്തവൈബ്? രണ്ടുപേരും പഴയ കാലഘട്ടത്തിൽ പാട്ട് എടുത്തു. ആ പാട്ടിന്റെ ലാസ്റ്റ് ഇവര് മരിക്കാൻ പോണതാ. അതുകൊണ്ട് പാട്ട് കേട്ടിട്ടുള്ളൂ. അത് നിനക്കല്ലേ അറിയാവുള്ളൂ, ഇത് കേൾക്കണവർക്ക് അറിയണ്ടേ. ഇത് കമലഹാസന്റെ ആ കാലത്തിലെ പടമൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അതെ, വേണമെങ്കിൽ എന്റെ അച്ഛനും അമ്മയോടും ചോദിക്കാം. അവര് ജനിച്ച കമലഹാസന്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും ഓർത്ത് വെക്കാറില്ല ഈ പാട്ടുകളൊന്നും. അതിരപ്പള്ളിയിലാണ് ഷൂട്ട് ചെയ്തത്. ആ മനസ്സിലായി. മറ്റേ ഈ ആ പുള്ളിക്കത്തിന്റെ പേര് വാങ്ങില്ല, ഹോട്ടലിലെ മറ്റേ പുള്ളിക്കത്തില്ലേ? മനസ്സിലായി. രേഖ പാറയുടെ പൊക്കത്തുനിന്ന് ചാടി മരിക്കണതാണ് ക്ലൈമാക്സ്. എല്ലാം കുലുക്കി കളഞ്ഞ് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ നേരത്തെ വേണ്ടേ? ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ആൾക്കാരുണ്ട്. കണ്ട ഇപ്പൊ തന്നെ ഇവിടെ നല്ല തിരക്കാം. എന്നാൽ നമുക്ക് നേരെ നടക്കാം. ഇപ്പോൾ വർക്കല എത്തും. അവിടെ ഇവിടെ കിടക്കണതിന് പൈസ ഉണ്ടോ? ആ അതിനകത്ത് അതിന് പൈസ ഇല്ല. മണിക്കൂറിന് 200 രൂപ. അത് ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അങ്ങനെ. അല്ല, സൺബാത്ത് ആണല്ലോ. അവര് സൺബാത്ത് ചെയ്തിട്ട് മറ്റേ ഇതിന് വന്നതാ. വിറ്റമിൻ എ ആണോ? വിറ്റമിൻ ഡി അല്ലേ സണ്ണിന്ന് കേട്ടണേ? വിറ്റമിൻ ഡി അല്ലേ സണ്ണിന്? വിറ്റമിൻ ഇ. ഡി ആണോ? ഡി ആണോ? ഡിയാ ടോസിലാ. ഡി ആണ്, വിറ്റമിൻ ഡി ആണ്. അല്ലല്ല, വിറ്റമിൻ ഡി. ഗൂഗിൾ ചെയ്യൂ. നമുക്ക് റിട്ടേൺ അടിച്ചാലോ? എന്തായാലും ഇവിടെ എന്തായാലും പറ്റുമെന്ന് എനിക്ക് തോന്നാനില്ല. ഇവിടെ ലൊക്കേഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നാനില്ല. അല്ല, നമുക്ക് അവരുടെ ബൈക്ക് കിട്ടുന്നുണ്ടോ? എന്നാ ചോദിക്കാൻ പോണത്? എന്തെങ്കിലും ധാരണ ഉണ്ട്? എന്തെങ്കിലും ധാരണയുണ്ട് ചോദിക്കാനായിട്ട്? ധാരണയോ? എന്താ ചോദിക്കാൻ പോണേ? ഹലോ, we have a YouTube channel. Could you just 50 subscribers? We are just started our YouTube channel. I would like to have a bite from your side. How's matter? എന്റെ പൊന്നെ, കാര്യം കാണിച്ചേ. പുള്ളി തെറ്റാണെങ്കിലും നമുക്ക് മനസ്സിലാത്ത രീതി പറഞ്ഞു തന്നില്ലേ? രണ്ടും വേണ്ട. ഇത്രയും കോൺഫിഡൻസോട് കൂടി തെറ്റ് പറഞ്ഞു. ഇതാണ് മൈൻഡ്. ആ കട്ടിലിന്റെ പൊക്കത്ത് കിടന്നാൽ മാത്രം 200 രൂപ, താഴെ കിടന്നാൽ 200 രൂപ ഇല്ല. അതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഇഷ്ടപ്പെടാൻ പാടില്ല. ഇനി അതെന്നാന്ന് ഞാൻ വിശദീകരിക്കും. അല്ല, ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടാൻ ഒരു കാരണം ഉണ്ടല്ലോ. കാരണം ചോദിച്ചത് ഇഷ്ടമാണ്. അത് അറിഞ്ഞാൽ ഞങ്ങൾക്കും കൂടെ ഇഷ്ടപ്പെടാൻ. അത് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഇഷ്ടമായി. കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. ചുമ്മാ മദാമകളെ കണ്ടോണ്ട് ആറ്റിറ്റ്യൂഡ് ഇഷ്ടമാണ്. ആ രീതി കാണല്ലേ എന്നെ. ജിജോ അങ്ങനെ ആയിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ ആ രീതിയിൽ എന്നെ കാണരുത്. ക്യാമറമാൻ തിരിഞ്ഞു നടക്കണൊക്കെ കൊള്ളാം. ബോട്ടെ തട്ടി വീണാലും കുഴപ്പമില്ല, സായിപ്പിന്റെ മരുത്ത് കേട്ട് വീഴരുത്. മതി.
നീ തിരിച്ച് നടക്കണം എന്ന് കൂടെ ആലോചിക്കണം കേട്ടോ. ചിലപ്പോൾ അവരൊക്കെ പ്രൈവസി ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. നമ്മളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവസി ഇഷ്ടപ്പെടാത്ത ആൾക്കാരോ? മറ്റേ പബ്ലിസിറ്റി. ആ, നമുക്ക് അടുത്ത ബീച്ചിലേക്ക് പോകണമായിരിക്കും ബെറ്റർ. നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ എടുക്കണതിന് കുഴപ്പമില്ലല്ലോ. സെക്കൻഡ് ഓപ്ഷൻ എടുക്കാം. അവിടെ പറ്റത്തില്ല, സപ്പോസ് വെയിലും മഴയാണെങ്കിൽ ഇവിടെയും വെയിലും മഴയായിരിക്കും. രണ്ടും കേരളത്തിലാണല്ലോ. രണ്ടും വലിയ വ്യത്യാസമൊന്നും കാണിയല്ലോ. ഏത് ബീച്ചാണ് ഉദ്ദേശിക്കുന്നത്? ഇനി ഇവിടെ അടുത്തുള്ള ബീച്ച് പിന്നെ അർത്തിങ്കൽ ബീച്ചല്ലേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ബീച്ചുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ആലപ്പുഴ ബീച്ച്. തുമ്പോളി ഉണ്ട്. തുമ്പോളിയൊക്കെ മീൻ പിടിക്കാൻ പോണവരാ. ആലപ്പുഴ ബീച്ചിനെ കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം. ആലപ്പുഴ ബീച്ച് ഇതിലും ക്രൗഡഡ് ആയിരിക്കും. അല്ല, പിന്നെ ആണോ? നമുക്ക് എന്നാൽ അർത്തങ്ങളിൽ പോവാം. എനിക്ക് തന്നെ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നത്. അത്തെങ്കിലും പോയി നോക്കിയിട്ട് ഇനി അതും പറ്റുമല്ലെന്ന് പറയരുത്, ദൈവത്തെ ഓർത്ത്. പറ്റിയല്ലെങ്കിൽ വർക്കല. വർക്കലേ മാട്ടേ. എത്ര ബീച്ച് ഉണ്ടെന്ന് അറിയോ? ഇയാൾ പോയി എണ്ണ എടുത്തിട്ടോ പോ. അറിയാൻ അല്ലെങ്കിൽ അറിയാൻ മേലെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന ആളത് പറയും. എണ്ണ എടുത്തോണ്ട് പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി പറഞ്ഞേ എത്രയുണ്ട്? തീർന്നു പരിപാടി. ഇത് എനിക്കറിയാം. പുള്ളി അത് പറയാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് നിന്നിട്ട് പറയണം. അതൊക്കെ ഈ കടൽവെള്ളം കുറുക്കി ഉപ്പാക്കിയാലോ? ശരിക്കും അതൊരു നല്ല ബിസിനസ് അല്ലേ? ഒരു പൈപ്പ് ഇടുക, കുറുക്കുക, ഉപ്പാക്കുക, വിൽക്കുക. ഗൾഫ് രാജ്യത്തുള്ളവരൊക്കെ ചെയ്യുന്ന പരിപാടി നമുക്ക് ഇവിടെ ഒരു GI ആക്കി എടുക്കാം. മാരാരിക്കുളം ഉപ്പ്. എങ്ങനെയുണ്ട് ആ ഐഡിയ, ബിസിനസ് ഐഡിയ? ഇത് ഉപ്പാക്കണമെങ്കിൽ കുറേ പ്രോസസ്സ് ഉണ്ട്, അറിയോ? ഈ വെള്ളം നമ്മൾ കെട്ടി വേറൊരു ഇതിലേക്ക് പാടത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടത് ഉണക്കി എന്നിട്ട് ഉപ്പാക്കണം. അതിനുള്ള സ്പേസ് ഇവിടെ ഇല്ലല്ലോ. ഇയാൾക്ക് പ്രോസസ് ഇല്ലാത്ത എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അല്ലാണ്ട് പിന്നെ ഉപ്പ് എങ്ങനെ എടുക്കും? പ്രോസസ് പ്രോസസ് അല്ല, നീ അവിടെ തന്നെ കുപ്പിയും കൊണ്ട് വെള്ളത്തിൽ മറ്റേത് കുപ്പിയിലെടുത്ത് തളിച്ചാൽ മതി. ഈ ഉപ്പ് അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉപ്പാന്ന് പറയും. ക്രിസ്റ്റൽ അല്ല, ലിക്വിഡ്. കുറച്ച് ആ കുപ്പി അതിനകത്ത് വെള്ളം നീ ചോറുണ്ടാകുന്നത് അത് ഒഴിച്ചു തരാം. പുള്ളിയെ ഭയങ്കര അരഗന്റ് ആട്ടോ. അരഗന്റ് അല്ല, അതിന് എന്താ ഒരു വേർഡ് പറയുമല്ലോ. ബിസിനസിന്റെ ഐഡിയ പറയുമ്പോഴത്തേക്കും ഇറിറ്റേറ്റിംഗ്. കട്ട് ചെയ്യണോ ഞാൻ? അതന്നെ എന്റെ അർത്ഥം ഒന്നും അറിഞ്ഞിട്ടല്ലല്ലോ പറഞ്ഞത്. അത് നമുക്ക് മറ്റേ ലേലത്തിൽ പറയുന്ന ഇറവറൻസ്, ബഹുമാനക്കുറവ്. നേരാ തിരുമേനി. ഇവരൊക്കെ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുക. എനിക്കും ഇങ്ങനെ നടക്കണമെന്നുണ്ട്. എനിക്ക് കാമുകയില്ല. ഈ ചാനലിൽ വ്ളോഗ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ഒന്നും പറ്റിയില്ല. ഇത് അഡ്വർടൈസ്മെന്റ് അല്ല, മാട്രിമോണി സെറ്റ് അപേക്ഷയാണ്. 34 വയസ്സുള്ള ഒരു കൊച്ച്. ആർക്ക്? 24 വയസ്സുള്ള കൊച്ചുണ്ടോ? 3ാം വിവാഹത്തിന്. ഇത് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ ലൈ അടിച്ചേക്കണേ. എനിക്ക് എത്ര പ്രായമുണ്ടെന്ന് ഇത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് പറയാൻ പറ്റും. അതെ അതെ, ഇവന്മാരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രായം കുറവ് തന്നെയാണ്. ഇവര് പറയണ പോലെ അത് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവരോട് ചോദിച്ചാൽ ഇവരൊരു വൈബ് കപ്പിളാന്ന് തോന്നുന്നു. ജിജോ ചോദിച്ചാൽ മതിരാ. നിനക്ക് ഇംഗ്ലീഷ് അറിയാലോ. വേണോ അതൊക്കെ? ജിജോയുടെ ഇംഗ്ലീഷ് ഇപ്പൊ പൊളി. ജിജോ, നിന്റെ കറേജ് കാണിക്കേണ്ട സമയം. നിന്റെ ഒരു കഴിവും പ്രാവീണ്യതയും വെച്ചിട്ട് നിനക്ക് സിമ്പിളായിട്ട് അവരോട് സംസാരിക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് ഒന്നാമത്തെ നിനക്ക് റിസ്ക് ഇല്ല. അത് അവർക്ക് അറിയത്തുണ്ടാവില്ലല്ലോ. നിനക്കറിയാം റിസ്ക് കുറവാ. അറിയത്തില്ല, അവർ മിണ്ടാണ്ട് പോവുള്ളൂ. അതിനാണ് ചാൻസും കൂടുതൽ. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുന്നോ? അവര് പോയി. ഒരു കപ്പിളായിട്ടാ, സിംഗിൾ ആയിട്ടാണ് ഞാൻ ചോദിച്ചാണ്. ആരാ സിംഗിൾ ആയിട്ട്? ഞാൻ അല്ല, അതിലാരാ സിംഗിൾ ആയിട്ടുണ്ടായിരുന്നു? ഇവിടുത്തെ തയ്യാറെടുപ്പ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഒരു 2 വ്ളോഗിനുള്ള സാധനം ഇപ്പൊ കിട്ടിയെന്ന് വിചാരിച്ചു. എന്താ പ്രശ്നം? ഇതുവരെ മനസ്സിലായില്ലേ? പുള്ളി ഈ ആറ്റിറ്റ്യൂഡും തള്ളും മാത്രമേ ഉള്ളൂ. ഞാൻ പോയി മിണ്ടാണ്. പുള്ളി കൺഫ്യൂഷൻ അടിച്ചു കേട്ടോ. അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, പെട്ടെന്ന് പേടിച്ചു. സാധനം ചിന്തിക്കില്ല. ഒരു ബീച്ചിൽ വന്നിരിക്കുന്നു, ബീച്ചിൽ അവരുടെ ചോറിന്റെ പകുതി ഒന്നുമല്ലേ ചോദിച്ചത്? അതെ, ഒരു അമ്മച്ചി വന്നുണ്ട്. അമ്മച്ചി പ്രായ അമ്മച്ചിയുടെ അടുത്തുനിന്ന് മറ്റേ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്നുള്ള രീതിയിൽ പോകേണ്ടി വരും കേട്ടോ. അവിടെ നിന്നൊക്കെ നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം. നമ്മള് ആക്ച്വലി ബീച്ചിലിരുന്നൊരു സീൻ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതെ, പക്ഷെ നമ്മൾ ആദ്യമേ നമ്മുടെ പ്രൊഡ്യൂസറെ പറ്റിച്ച് വൈക്കം ബീച്ച് കൊണ്ട് ഒരു കായൽ കാണിച്ചിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാനെന്ന് പറഞ്ഞു. നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ ഉന്തിത്തള്ളി മാരാരി വരെ എത്തി. പക്ഷെ മാരാരിയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് തിരക്ക്. ഈ തിരക്കിൽ നമുക്ക് എനിക്ക് 2-3 ഷോട്ട്സ് നമുക്ക് തിരക്കൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള കാര്യം അറിയാൻ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത ബീച്ച് അന്വേഷിച്ച് പോവാണ്. ഇവിടുന്ന് അടുത്തുള്ള ബീച്ച് അർത്തിങ്കൽ ബീച്ച്. അർത്തിങ്കൽ ബീച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അർത്തിങ്കൽ പള്ളിയുടെ ഫ്രണ്ടിലായിട്ടാണ് ഈ ബീച്ച്. അവിടെ അർത്തിങ്കൽ പള്ളി ഉത്സവം. അതിൻ്റെ ഇടയ്ക്ക് അവർ വേറെ കഥ പറഞ്ഞുകൊണ്ട് പോകും. അർത്തിങ്കൽ പള്ളിയുടെ ഉത്സവം ഇല്ലേ,
ഉത്സവമല്ല പെരുന്നാൾ. സോറി, പെരുന്നാള്. ഈ അടുത്തല്ലാണോ? അല്ല, അത് കഴിഞ്ഞു. കുഡ് യു പ്ലീസ്? അമ്മച്ചി ഇതാനെ കണ്ടത് വഴി മാറിപ്പോയി. അർത്തുങ്കൽ പള്ളി. അർത്തുങ്കൽ പള്ളിയുടെ പെരുന്നാള് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ബീച്ച് വരെ ഉണ്ട്. പെരുന്നാളൊന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം അതില്ലല്ലോ. അവിടെ നമുക്ക് ആ വഴിയും ആ ബീച്ചും ആ പള്ളിയും നമുക്ക് കാണാം. അതിൻ്റെ ഒപ്പം ലൊക്കേഷനും കൂടെ കിട്ടുമെന്ന് നോക്കാം. ഇനി അവിടെ ലൊക്കേഷൻ കിട്ടിയില്ലെങ്കിൽ അവിടെ ചെന്നൈ മറീന ബീച്ച് എടുക്കണമായിരിക്കും ഇനി. അല്ല, വർക്കല. ഇടയ്ക്കിടയ്ക്ക് വർക്കല വർക്കലേ ഈ കാട് വർക്കലേ.